ഈസ്റ്റർ പൂക്കളെ അറിയാം. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും സംസാരിക്കുന്നുണ്ട്. അത് പൂവായാലും കായായാലും ചെടിയായാലും എന്തൊക്കെയോ അത് പങ്കുവയ്ക്കുന്നുണ്ട്. സൃഷ്ടിയിൽ നിന്ന് സ്രഷ്ടാവിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പ്രാപഞ്ചിക സത്യമാണ്. അതുതന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഓരോ പൂവും ചെടിയും സ്രഷ്ടാവിൻ്റെ നന്മകൾ പ്രകീർത്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ സന്തോഷകരമായൊരു ജീവൻ നയിക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ കുരിശുമരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും മുദ്രകൾ വീണിട്ടുണ്ടെന്നാണ് കസൻത് സാക്കിൻസ് അഭിപ്രായപ്പെടുന്നത്. അത് ശരിയാണ് താനും. സംശയമുണ്ടെങ്കിൽ ഒരു ഇലയെടുത്ത് സൂര്യവെളിച്ചത്തിലേക്ക് നീട്ടിപ്പിടിക്കൂ. അതിൽ കുരിശുമരണം കാണാൻ സാധിക്കും. അതിനെ തിരിച്ചു പിടിച്ചാൽ ഉയർപ്പ് തെളിയുന്നതും കാണാൻ സാധിക്കും. കാർഡ് തുറക്കുമ്പോൾ പൂക്കൾക്കിടയിൽ നിന്ന് ജംഗിൾ ബെൽസ് പാട്ട് കേൾക്കുന്ന ക്രിസ്തുമസ് കാർഡുകൾ പോലെ ഈസ്റ്റർ കാർഡുകളുമുണ്ട്. ലില്ലിപ്പൂക്കളാണ് ആ കാർഡുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈസ്റ്റർ ആഘോഷങ്ങളിൽ ലില്ലിപ്പൂവിനുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലില്ലിപ്പൂവിൻ്റെ വെള്ളനിറം പ്രഘോഷിക്കുന്നത് യേശുവിൻ്റെ നന്മയെയും വിശുദ്ധിയെയുമാണ്. മറിയത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ഒരു തോട്ടക്കാരനായിട്ടാണ്. പ്രേക്ഷകർക്ക് പൂക്കാലമൊരുക്കുന്നവനാണ് തോട്ടമുടമ. ഈസ്റ്റർ എന്ന പദത്തിന് തോട്ടവുമായി ബന്ധമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, പ്രകൃതിയിലെ പുഷ്പോത്സവത്തിന് പ്രാചീനർ കൊടുത്തിരുന്ന പേരായിരുന്നു ഈസ്റ്റർ എന്ന്. ശിശിരത്തിൻ്റെ പൊഴിച്ചിലും വരൾച്ചയും അത് ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും സൂചിപ്പിക്കുമ്പോൾ വസന്തകാലം ഉത്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാലസൂര്യൻ്റെ കിരണങ്ങൾ മണ്ണിനെ സ്പർശിക്കുമ്പോൾ, ഇടയ്ക്കിടെ ചാറ്റൽ മഴ അടിവേരുകളെ ത്രസിപ്പിക്കുമ്പോൾ പൂക്കളായി ഫലങ്ങളായി വസന്തം വിരുന്നു വരുന്നു. ഉയർപ്പിൻ്റെ മഹിമകളെ പാടിപ്പുകഴ്ത്തുകയാണ് ആ വസന്തം ചെയ്യുന്നത്. വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യാത്ത എന്നെ പോറ്റാൻ ദൈവമുണ്ടെന്ന ലില്ലിപ്പൂവിൻ്റെ കോൺഫിഡൻസാണ് ലില്ലിപ്പൂവിൻ്റെ മറ്റൊരു ഈസ്റ്റർ സന്ദേശം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് പ്രത്യാശയാണ് ലില്ലിപ്പൂക്കൾ പ്രഖ്യാപിക്കുന്നത്. ഈസ്റ്റർ പൂക്കളിൽ മറ്റൊരു പ്രമുഖൻ ഫാഷൻ ഫ്ലവറാണ്. യേശുവിൻ്റെ കുരിശുമരണത്തെയും തിരുമുറിവുകളെയും പറ്റി ധ്യാനിപ്പിക്കാനും ഈ പൂവിൻ്റെ മുകുളങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇവയുടെ 3 ഇതളുകൾ ത്രിത്വിക ദൈവത്തിലുള്ള വിശ്വാസം പ്രഘോഷിക്കാനും നമ്മെ സഹായിക്കുന്നു. ഒടുവിൽ ജനനത്തിനും 3-ാം നാൾ അത് മണ്ണിലലിയുമ്പോൾ അത് പ്രഘോഷിക്കുന്ന സന്ദേശം വലുതാണ്. അതെ, 3-ാം നാൾ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മണ്ണോട് ചേരും പോലെ നീയും ഒരു നാൾ മണ്ണോട് ചേരും. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് ജീവിച്ചാൽ വീണ്ടും നമുക്ക് ഒരു ഉത്ഥാനമുണ്ടാകും.